ഹായ്, സ്വാനകൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന SSC GD 2025 എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള റാങ്കിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ആൻകൻ അക്കാഡമിയിൽ മക്കളെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, വീക്കിലി നമുക്ക് 6 ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. മോക്ക് ടെസ്റ്റുകൾ 100-ൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ സംബന്ധമായിട്ടോ എല്ലാ ഹെൽപ്പും ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് മക്കളെ ഓൺലൈനിൽ വരുന്നത് 2500 റുപ്പീസാണ്. ഇനിയും ഇവിടെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഒന്ന് അക്കാഡമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്, അത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ചാനലാണിത്, info@anren എന്ന് പറയുന്നത്. അതുപോലെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള, അത് നിങ്ങളുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേഷൻസ് എല്ലാം വരുന്ന ചാനലാണ് ആൻറൻ ഫിറ്റ്നസ് 2020 എന്ന് പറയുന്നത്. ഈ ചാനൽസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേ ടു ഡേ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ പറയുന്നത് എന്താ? 6 ഫ്രണ്ട്സ് അനിമ, രോഹിത്, കിരൺ, സീമ, ജയ ആൻഡ് മനീഷ് ആർ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞത് ഇൻ എ സ്കൂൾ. അതായത് അനിമയുണ്ട്, രോഹിത്തുണ്ട്, കിരണുണ്ട്, സീമയുണ്ട്, ജയുണ്ട്, മനീഷുണ്ട്. ഇത്രയും പേരാണ് ആ സ്കൂളിലെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, റാങ്ക് ഓഫ് രോഹിത് ഈസ് ബിറ്റ്വീൻ ദ റാങ്ക്സ് ഓഫ് കിരൺ ആൻഡ് സീമ. കിരണിൻ്റെയും സീമയുടെയും റാങ്കിന് ഇടയിലാണ് രോഹിത്തിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു. നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. കിരണിൻ്റെയും സീമയുടെയും റാങ്കിന് ഇടയിലാണ് രോഹിത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയും എഴുതാമല്ലോ. കറക്റ്റ് അല്ലേ? നോക്കി, കിരണിൻ്റെയും സീമയുടെയും റാങ്കിൻ്റെ ഇടയിലാണ് രോഹിത്തിൻ്റെ റാങ്ക്. നെക്സ്റ്റ് ഇവർ പറയുന്നത് രോഹിത് ഈസ് അറ്റ് ദി 4th റാങ്ക്. രോഹിത് എന്താണ്? 4ാമത്തെ റാങ്കിലാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ടോപ്പ് റാങ്ക് ഇവിടെ എഴുതി, ലോവസ്റ്റ് റാങ്ക് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4ാമത്തെ പൊസിഷനാണെങ്കിൽ മോനെ 3rd പൊസിഷനുണ്ട്, 2nd പൊസിഷനുണ്ട്, 1st പൊസിഷനുണ്ട്. ഉറപ്പല്ലേ? 3rd, 4th, 3rd, 2nd, 1st ഇത്രയും പൊസിഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് നിങ്ങൾ നോക്കി, റാങ്ക്സ് ഓഫ് ജയ ആൻഡ് സീമ. ദർ ആർ 2 സ്റ്റുഡൻറ്റ് ബിറ്റ്വീൻ ദ റാങ്ക്സ് ഓഫ് ജയ ആൻഡ് സീമ. ജയ്ക്കും സീമയ്ക്കും ഇടയിൽ 2 പേരുണ്ട്. സീമ ഇവിടെ ഉണ്ട്. ഓക്കെ, സീമ ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ട് നോക്കിയോ, 1, 2, 3, 4 ആകുമ്പോൾ ഇത് 5, ടോട്ടൽ 6 മെമ്പേഴ്സ് അല്ലേ? ഇങ്ങനെയല്ലേ വരികയുള്ളൂ. കാരണം എന്താ? രോഹിത് എന്ന് പറയുന്നത് 4ാമത്തെ പൊസിഷനാണ്. ഇനിയും ജയ്ക്കും സീമയ്ക്കും ഇടയിൽ 2 പേരുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കി, ഇവിടെ സീമ വരുവാണെങ്കിൽ ജയ വരാൻ സാധ്യതയുള്ളത് വേണ്ടി ഇവിടെ ഉണ്ടല്ലോ. കാരണം എന്താ? ജയ്ക്കും സീമയ്ക്കും ഇടയിൽ 2 പേരുണ്ട്. ഇവിടുത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നോക്കി, ജയ ഇവിടെ അല്ലേ വരികയുള്ളൂ. ജയ്ക്കും സീമയ്ക്കും ഇടയിൽ 2 പേരുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ വായിച്ചേ, ജയ ഈസ് ദി ലോവസ്റ്റ് റാങ്ക് ഹോൾഡർ. ജയ ആണ് ലോവസ്റ്റ് റാങ്ക് ഹോൾഡർ. അതുകൊണ്ട് നോക്കി, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റല്ലേ? ഫസ്റ്റ് ഓക്കെ, ഇത് എന്തായാലും ഫോളോ ആവില്ല. പിന്നുള്ള ഓപ്ഷൻ ഏതാ? ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ റാങ്കായി. നെക്സ്റ്റ് നോക്ക്, ദ റാങ്ക് ഓഫ് മനീഷ് ഈസ് ഇമ്മീഡിയറ്റ്ലി എബോവ് ദി റാങ്ക് ഓഫ് അനിമ. അനിമയെക്കാളും മുകളിലുള്ള റാങ്കാണ് മനീഷിനുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ നോക്കി, ഇവിടെ നമ്മൾ ഓൾറെഡി 4 പേരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അനിമയും മനീഷും അല്ലേ ഉള്ളത്. ഇവിടെ പറയുന്നത് റാങ്ക് ഓഫ് മനീഷ് ഈസ് എബോവ് ദി റാങ്ക് ഓഫ് അനിമ. അനിമയുടെ റാങ്കിന് മുകളിലാണ് മനീഷിൻ്റെ റാങ്ക്. അപ്പോൾ ഏറ്റവും ടോപ്പായത് മനീഷ് അല്ലേ? അനിമ 2nd അല്ലേ വരികയുള്ളൂ. നമ്മുടെ ഓർഡർ എന്താണ്? വേണ്ടി ഇങ്ങനെയാണ് വരിക അല്ലേ? അപ്പോൾ ഫസ്റ്റ് റാങ്ക് ആർക്കാണ്? മനീഷിനാണ്. 2nd റാങ്ക് ആർക്കാണ്? അനിമയ്ക്കാണ്. ഓക്കെ, 3rd ആർക്കാണ്? സീമയ്ക്കാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഹൂ ഈസ് അറ്റ് ദി 5th റാങ്ക് എന്നാണ് ചോദ്യം. മക്കളെ നോക്കി, ഫസ്റ്റ് റാങ്ക്, 2nd റാങ്ക്, 3rd റാങ്ക്, 4th റാങ്ക്, 5th റാങ്ക്. 5th റാങ്ക് ആർക്കാ മോനെ? കേക്കല്ലേ? കിരൺ. ആർക്കാണ്? കിരൺ. 5th റാങ്ക് ആർക്കാണ്? കിരണിനാണ്. നമ്മുടെ ആൻസർ ഏതാ? കിരൺ. ഓക്കെ, going to the next question. ഇവിടെ നോക്കി, ഇവിടെ പറയുന്നത് in a row Manu is 14th from the left hand and Sam is 9th from the right hand. If they interchange their position, Sam becomes 12th from the right hand. Find the total number of persons present in the row. മക്കളെ നോക്കി, ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച്, ഇവിടെ ഇപ്പോൾ കുറേ ആളുകൾ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, എത്ര പേരുണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പം നമ്മുടെ
മനു എന്ന് പറയുന്ന ആൾ 14th ഫ്രം ദി ലെഫ്റ്റ് ആണ്. സോ ഇതാണ് മനു എന്ന് വെച്ചു, ഇതാണ് ആര് മനു. സോ മനുവിനെ സംബന്ധിച്ച് മനു എത്രാമത്തെ പൊസിഷനിലാണ്? 14th ആണ് ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ്. ഇനി സാം ഈസ് 9th ഫ്രം ദി റൈറ്റ് ഹാൻഡ് എന്ന് പറയും. സോ റൈറ്റിൽ നിന്ന് സാം വരുന്നത് 9th ചിലപ്പോൾ ഇവിടെ വരാം, അല്ലെങ്കിൽ മനുവിനെ ക്രോസ് ചെയ്ത് പോകാം, നമുക്കറിയില്ല. പിന്നീട് നോക്കുമ്പോൾ ഇവർ പറയുന്നു സാമും മനുവും കൂടി പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ നേരത്തെ സാമിൻ്റെ പൊസിഷൻ 9th ഫ്രം ദി റൈറ്റ് ആയിരുന്നു. ഇപ്പം പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് സാം എവിടെയാണോ അവിടുന്ന് സാം എവിടെ വന്നു? മനുവിൻ്റെ പൊസിഷനിൽ വന്നു. ഓക്കെ, അപ്പോൾ സാമിൻ്റെ റാങ്ക് ഇപ്പോൾ എന്താണെന്നാണ് പറയുന്നത്? 12th ഫ്രം ദി റൈറ്റ് ഹാൻഡ്. നോക്കി, 12th ഫ്രം ദി റൈറ്റ് ഹാൻഡ്. നോക്കി, ഈ ഒരു പൊസിഷൻ എന്ന ഈ ഒരു ചെയർ, ഓക്കെ, ഈ ഒരു പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ 14th ആണ്, റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ 12th ആണ്. ആണോ? ലെഫ്റ്റിൽ നിന്ന് 14ഉം റൈറ്റിൽ നിന്ന് 12ഉമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മോനെ, ഓക്കെ, ഈ സീറ്റ് ഞാൻ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 14 അല്ലേ, റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 12 അല്ലേ. സോ ഞാൻ 2 വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? ടോട്ടൽ കണ്ടുപിടിക്കാൻ 14 + 12 - 1 ചെയ്യുക. എന്തുകൊണ്ടാണ് -1 എടുത്തത്? കാരണം ഞാൻ ഇവിടുന്ന് കൗണ്ട് ചെയ്തപ്പോൾ 14th ചെയറാണ് വേണ്ടത്. ഞാൻ ഇവിടുന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ 12th ചെയറാണിത്. അതായത് ഈ സെയിം ചെയർ ഞാൻ 2 വട്ടം കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് -1 എടുക്കുന്നത്. സോ 14 + 12 - 1. മക്കളെ നോക്കി, 26 - 1 എന്താ? 25 അല്ലേ? ആണോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ ഉള്ള എത്രയാണ്? 25 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇത് പറയുന്നത് ABCDE and F are 6 friends of different heights. 6 കൂട്ടുകാരുണ്ട്, ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള ആളുകളാണ് ഇവർ. സോ ഇവിടെ പറയുന്നത് A ഈസ് ടോളർ ദാൻ C ആൻഡ് E only. A എന്ന് പറയുന്ന ആൾ സീനേക്കാളും ഇനേക്കാളും മാത്രം ടോളറാണ്. സോ നമ്മൾ എഴുതുമ്പം ടോളസ്റ്റ് ആളിനെ വേണ്ടി ഇവിടെ എഴുതണം അല്ലേ? നമ്മൾ എന്ത് എഴുതണം? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. ടോളസ്റ്റ് ടു ഷോർട്ടസ്റ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന മൊത്തം 6 പേരുണ്ട്. അതിനകത്ത് എ എന്ന് പറയുന്ന ആൾ ടോളർ ദാൻ C ആൻഡ് E only. നോക്ക്, ഇവിടെ ഇപ്പോൾ C ഉണ്ട്, ഇവിടെ ഇപ്പോൾ E ഉണ്ടെന്ന് വെച്ചു. ഈ 2 പേരേക്കാളും മാത്രം ടോളറാണ് എ എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്, B ഈസ് ഷോർട്ടർ ദാൻ D ബട്ട് D ഈസ് നോട്ട് ടോളസ്റ്റ് എമോങ് ദം. D എന്ന് നോക്ക്, ഇവിടെ പറയുന്നത് B ഈസ് ഷോർട്ടർ ദാൻ D. B എന്ന് പറയുന്ന ആൾ ഡീനേക്കാളും ചെറുതാണ്. നോക്ക്, B എന്ന് പറയുന്ന ആൾ എന്താ? ഡീനേക്കാളും ചെറുതാണ്. സോ D ഇവിടെ എഴുതുകയാണെങ്കിൽ ഡീനേക്കാളും ചെറുതല്ലേ B എന്ന് പറയുന്നത്? എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ബട്ട് D ഈസ് നോട്ട് ദി ടോളസ്റ്റ് എമോങ് ദം. സോ ഈ ഇത്രയും പേരിനകത്ത് D അല്ല ടോളസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ മോനെ എത്ര പേരുണ്ട് ഇവിടെ? ഇവിടെ 5 പേരില്ലേ? ആണോ? ടോട്ടൽ ഇവിടെ എത്ര? 6 മെമ്പേഴ്സ് അല്ലേ? സോ ഇവിടെ എഴുതാത്ത ആളാരാണ്? F അല്ലേ? സോ D എന്ന് പറയുന്ന ആൾ ടോളസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആരായിരിക്കും ടോളസ്റ്റ്? F അല്ലേ? ആണോ? അപ്പോൾ ഏറ്റവും ടോളസ്റ്റ് F ആണ്, ഷോർട്ടസ്റ്റ് ആരാണ്? E ആണ്. സോ ഇവിടെ ചോദിച്ചെന്താ? ഹൂ ഈസ് ടോളസ്റ്റ് എമോങ് ദം അല്ലേ? സോ ആരാണ് ഏറ്റവും ടോളസ്റ്റ്? F അല്ലേ? പിടികിട്ടിയോ? ഓപ്ഷൻ ഏതാ? C. F ഈസ് ദി ടോളസ്റ്റ് എമോങ് ദം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് there are total 60 students in a class. ആ ക്ലാസ്സിൽ മൊത്തം 60 കുട്ടികളുണ്ട്. The rank of student B is 41st from the bottom in order of merit. What is the rank of student B from the top? മക്കളെ കൊണ്ട് ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് മൊത്തം എത്ര ഉണ്ട്? 60 കുട്ടികൾ ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, എത്ര ഉണ്ട്? 60 കുട്ടികൾ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. സോ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ബിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 41st ഫ്രം ദി ബോട്ടം ആണ്. സോ ഞാൻ ബോട്ടത്തിൽ നിന്ന് ഞാൻ കൗണ്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് ബി എന്നിരിക്കട്ടെ, ഇതാണ് ബി എന്നിരിക്കട്ടെ. സോ ബോട്ടത്തിൽ നിന്ന് ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ ബിയുടെ റാങ്ക് എന്താ? 41st ആണ്. ഓക്കെ, ബിയുടെ റാങ്ക് എന്താ? 41st ആണ്. സോ അങ്ങനെയാണെങ്കിൽ ടോപ്പിൽ നിന്ന് ഞാൻ കൗണ്ട് ചെയ്ത് വരുമ്പോൾ ബിയുടെ റാങ്ക് എന്താണെന്നാണ് ചോദ്യം. ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ബിയുടെ റാങ്ക് എന്താണെന്നാണ് ചോദ്യം. മക്കളെ നോക്കി, ഈ ബി ഇരിക്കുന്ന 41st റാങ്കിലാണെങ്കിൽ നോക്കി, ബിക്ക് ശേഷം മുകളിലേക്ക് എത്ര പേര് കാണും? ടോട്ടൽ 60 അല്ലേ? സോ 60യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി?
41 കുറച്ചാൽ മതിയല്ലോ, ആണോ? സോ 60ൽ നിന്ന് 41 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നോക്കി അതെന്താ, ആ കിട്ടുന്ന ആൻസർ നോക്കി ഇവിടെയുള്ള ആളുകളുടെ കൗണ്ടല്ലേ, ആണോ? അതായത് ബിക്ക് തൊട്ട് മുന്നേ ഉള്ള സീറ്റ് വരെയുള്ള ആളുകളുടെ കൗണ്ടാണ്. സോ ബി എന്ന് പറയുന്ന ആൾ ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു +1 കൂടെ ആഡ് ചെയ്യണ്ടേ, ചെയ്യണോ? അപ്പോൾ എന്ത് കിട്ടും, 60 - 41 +1 -41 +1 എന്താ 40 അല്ലേ. സോ 60 - 40 എന്താ മോനെ 20. നോക്ക്, അതായത് താഴെ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ബി എന്ന് പറയാൻ 41st ആണ്. അതിനർത്ഥം മോനെ മൊത്തം 60 ഇല്ലേ, മൊത്തം 60 ഇല്ലേ. സോ 41st ഇവിടെ എത്തിയെങ്കിൽ 41st ശേഷം എന്താ ഇവിടെ എത്ര പേര് കാണും, 60 - 41 ചെയ്താൽ മതിയല്ലോ, ചെയ്താൽ മതിയോ? അപ്പോൾ എന്ത് കിട്ടും, 19 കിട്ടും. അതായത് ബിക്ക് തൊട്ട് മുന്നേ 19 പേരുണ്ട്, അതാണ് അതിൻ്റെ മീനിങ്. എത്ര ഉണ്ട്, 19. സോ ഞാൻ കൗണ്ട് ചെയ്ത് വരുമ്പോൾ 19th പേഴ്സൺ കഴിഞ്ഞ് നെക്സ്റ്റ് പേഴ്സൺ എടുക്കുമ്പോൾ എന്ത് പറ്റും, 20. അതല്ല നമ്മുടെ ബിയുടെ പൊസിഷൻ. അപ്പോൾ എത്ര, 20. ബിയുടെ പൊസിഷൻ എന്താണ്, 20. ഓക്കെ. മക്കളെ ഇത് ഇവിടുത്തെ ടെലഗ്രാം ചാനലാണ്. സോ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് എല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ആകുന്നുണ്ട്. സോ നിങ്ങളെല്ലാം കേട്ടിട്ട് ഇതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസും ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഓഫ്ലൈനും ഓൺലൈനും ആരംഭിച്ചിട്ടുണ്ട്. സോ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ എല്ലാവരും എന്താണ്ടേ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇത് വീണ്ടും RPF, SI, കോൺസ്റ്റബിൾ ആ എക്സാംസൊക്കെ അല്ലേ. സോ അതിൻ്റെ ഓൺലൈൻ ബാച്ചസൊക്കെ ഇവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവർക്കും വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2500 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും മക്കളെ നോക്കി ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. സോ ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നോക്കാം. There are 5 books A, B, C, D and E. 5 ബുക്സ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. സോ ഇവിടെ പറയുന്നത് ബുക്ക് സി ഈസ് എബോവ് ബുക്ക് ഡി ആൻഡ് ബുക്ക് ഇ ഈസ് ബിലോ ബുക്ക് എ. അതായത് ബുക്ക് സി എന്ന് പറയുന്നത് ഡി ബുക്കിന് എബോവ് ആണ്. ഓക്കെ, ബുക്ക് സി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ബുക്ക് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ആ ഡി ബുക്കിന് മുകളിലാണ് സി എന്ന് പറയുന്ന ബുക്ക്. ആൻഡ് ബുക്ക് ഇ ഈസ് ബിലോ ബുക്ക് എ. എ എന്ന് പറയുന്ന ബുക്കിൻ്റെ താഴെയാണ് ഇ ഉള്ളത്. സോ നോക്കി ഇത്രയും വായിക്കുമ്പോൾ നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ ഒന്നും അറിയില്ല. സോ നെക്സ്റ്റ് വായിക്കുക. നെക്സ്റ്റ് എന്താ, ബുക്ക് ഡി ഈസ് എബോവ് ബുക്ക് എ. ബുക്ക് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ബുക്ക് എക്ക് മുകളിലാണ്. ബുക്ക് ഡി ഈസ് എബോവ് ബുക്ക് എ. നോക്കി ബുക്ക് ഡി എന്ന് പറഞ്ഞാൽ ബുക്ക് എക്ക് മുകളിലല്ലേ. സോ എക്ക് മുകളിലാണ് ഡി ഇരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് വരും, ഇ വരണ്ടേ, ആണോ? ഇവിടെ ഏത് വരും, ഇ വരണ്ടേ. കാരണം എന്താ, എക്ക് താഴെയല്ലേ ഇ ഇരിക്കുന്നത്. സോ നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ബുക്ക് ബി ഈസ് ബിലോ ബുക്ക് ഇ. ബുക്ക് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബുക്കിന് താഴെയാണ്. ബുക്ക് ബി ഈസ് ബിലോ ബുക്ക് ഇ. അതായത് ബുക്ക് ബി എന്ന് പറഞ്ഞാൽ ബി ബുക്കിന് താഴെയാണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതാണ് ആ പുസ്തകം അടുക്കി വെച്ചിരിക്കുന്ന ഓർഡർ. ഇനി നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാമല്ലോ. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ബുക്ക് ഈസ് അറ്റ് ദി ബോട്ടം എന്നാണ് ചോദ്യം. ഏറ്റവും താഴെയുള്ള ബുക്ക് ഏതാണെന്നാണ് ചോദ്യം. ഏതാ, ബി അല്ലേ. ഏറ്റവും താഴെയുള്ള ബുക്ക് ഏതാ, ബി ആണ്. ഏറ്റവും മുകളിലുള്ള ബുക്ക് ചോദിച്ചാലോ, സി ആണ്. സോ അങ്ങനെയാണ് ഇവിടുത്തെ ആൻസർ എന്താ, ബി. സോ ബി എന്നായിട്ട് ബി ഓപ്ഷൻ പോയി ടിക്ക് ചെയ്ത് നമുക്ക് ബി എന്നുള്ള ആൻസർ ആണ്. സോ ഓപ്ഷൻ ഏതാണ്, സി ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണ്, സി ഓപ്ഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, Sadish, Kishore, Mohan, Anil and Rajesh are 5 friends. Mohan is tallest. Sadish is shorter than Kishore but taller than Rajesh. Anil is slightly shorter than Kishore but taller than Sadish. Who is the taller than Rajesh but shorter than Anil? മക്കളെ ഈ ക്വസ്റ്റ്യനിൽ മൊത്തം 5 കൂട്ടുകാരുണ്ട് അല്ലേ. അത് മോഹൻ ഈസ് ദി ടോളസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ടോളസ്റ്റ് ആയതാണ്, മോഹനാണ്. സോ മോഹനെ നമ്മൾ എഴുതുന്നു. നെക്സ്റ്റ്
സതീഷ് ഈസ് ഷോർട്ടർ ദാൻ കിഷോർ ബട്ട് സതീഷ് എന്ന് പറഞ്ഞാൽ കിഷോറിനേക്കാളും ചെറുതാണ് ബട്ട് ടോളർ ദാൻ രാജേഷ്. നോക്ക്, സതീഷ് എന്ന് പറയുന്ന ആള് കിഷോറിനേക്കാളും എന്താണ്, ചെറുതാണ്, എന്നാൽ രാജേഷിനേക്കാളും വലുതുമാണ്. അപ്പോൾ ഇങ്ങനെയല്ലേ വരിക അല്ലേ? കാരണം നമ്മൾ ടോളസ്റ്റ് ടു ഷോർട്ടസ്റ്റ് അല്ലേ എഴുതി പോകുന്നത്. നെക്സ്റ്റ്, അനിൽ ഈസ് സ്ലൈറ്റ്ലി ഷോർട്ടർ ദാൻ കിഷോർ. അനിൽ എന്ന് പറയുന്ന ആൾ സ്ലൈറ്റ്ലി ഷോർട്ടർ ദാൻ കിഷോർ ആണ്. നോക്ക്, കിഷോറിനേക്കാളും കുറച്ച് ചെറുതാണ് ആര്, അനിൽ എന്ന് പറയുന്ന ആൾ. ബട്ട് ടോളർ ദാൻ സതീഷ്, സതീഷിനേക്കാളും വലുതുമാണ്, എന്നാൽ കിഷോറിനേക്കാളും ചെറുതുമാണ്. അപ്പോൾ അനിൽ എവിടെ വരും മോനെ? അനിൽ വേണ്ടി ഇവിടെ അല്ലേ വരിക. ഓക്കെ, ഇപ്പോൾ 5 പേരുടെയും പൊസിഷൻ ആയല്ലോ. കാരണം ഇവിടെ ടോട്ടൽ എത്ര, 5 ഫ്രണ്ട്സ് അല്ലേ. സോ നമ്മൾ 5 ഫ്രണ്ട്സിൻ്റെ കാര്യം എഴുതി കഴിഞ്ഞു. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൂ ഈസ് ടോളർ ദാൻ രാജേഷ് ബട്ട് ഷോർട്ടർ ദാൻ അനിൽ. രാജേഷിനേക്കാളും ടോളറുമായിരിക്കണം, എന്നാൽ ഷോർട്ടർ ദാൻ അനിലുമായിരിക്കണം. അതായത് മോനെ സതീഷ് അല്ലേ. നോക്ക്, അനിലിനേക്കാളും ചെറുതുമാണ്, രാജേഷിനേക്കാളും വലുതുമാണ്. അപ്പോൾ സതീഷ് എന്നല്ലേ പറയുക. സോ ഓപ്ഷൻ ഏതാ? ഡി ഓപ്ഷൻ. സോ സതീഷാണ് ഇതിനകത്ത് ആൻസർ വരിക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മോനെ. എന്താണ് പറയുന്നത്? ഇൻ ദ സ്കൂൾ മോർണിംഗ് പ്രയർ ചഞ്ചൽ വാസ് 8th ഫ്രം ദി ഫ്രണ്ട്. ചഞ്ചൽ എന്ന് പറയുന്ന ആൾ മോർണിംഗ് പ്രയർ നടക്കുകയാണ്. അപ്പോൾ ചഞ്ചൽ എന്ന് പറയുന്ന ആൾ ഫ്രണ്ടിൽ നിന്ന് 8ാമതാണ്. വൈൽ പ്രിൻസ് വാസ് 11th ഫ്രം ദി ബാക്ക് ഇൻ ദി സെയിം റോ. ആ നിരയിൽ പ്രിൻസ് എന്ന് പറയുന്ന ആൾ ബാക്കിൽ നിന്ന് 11ാമതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻ ചഞ്ചൽ മൂവ്സ് അപ് ടു 22nd പൊസിഷൻ ഫ്രം ദി ഫ്രണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ചഞ്ചൽ മൂവ്സ് 22nd പൊസിഷൻ ഫ്രം ദി ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചഞ്ചലിൻ്റെ പൊസിഷനിൽ നിന്ന് 22nd മൂവായി എന്നല്ല, ചഞ്ചൽ ഫ്രണ്ടിൽ നിന്ന് 22nd പൊസിഷനിൽ വന്നു എന്നാണ് ഇവർ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ ഇരിക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, കുറേ ആളുകളുണ്ട്. സോ ചഞ്ചൽ എന്ന് പറയുന്ന ആൾ നോക്കി, ഇതാണ് ചഞ്ചൽ എന്ന് വെച്ചോ. സോ ചഞ്ചൽ എത്രാമത്തെ പൊസിഷനാണ് ആക്ച്വലി ഉള്ളത്? 8th പൊസിഷനിലാണ്. ചഞ്ചൽ എത്രാമത്തെയാണ്? 8th പൊസിഷനാണ്. സോ നമ്മുടെ രോഹിത് അല്ല, പ്രിൻസ് ഉണ്ട്. സോ പ്രിൻസ് എന്ന് പറയുന്ന ആൾ 11th ഫ്രം ദി ബോട്ടമാണ്, താഴെ നിന്ന് 11ാമതാണ്. ഓക്കെ, അപ്പോൾ താഴെ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ മക്കളെ നോക്കിയേ, ഒന്നുകിൽ ചഞ്ചലിൻ്റെ താഴെ വരാം, അല്ലെങ്കിൽ ചഞ്ചലിൻ്റെ മുകളിൽ പോകാം, നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇനി ഇവിടെ പറയുന്നത് അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ചഞ്ചൽ മൂവ്സ് അപ് ടു 22nd പൊസിഷൻ ഫ്രം ദി ഫ്രണ്ട്. അപ്പോൾ നോക്കി, ചഞ്ചൽ ഇത് പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചഞ്ചലിൻ്റെ പൊസിഷൻ ടോപ്പിൽ നിന്ന് 22nd ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചഞ്ചൽ 8th എങ്കിൽ നോക്കിയേ, ചഞ്ചൽ എന്തായാലും 22nd ആവണമെങ്കിൽ താഴേക്ക് വരണമല്ലോ. ആണോ? ഇപ്പോൾ ചഞ്ചൽ ഇവിടെ അല്ലേ. സോ ചഞ്ചൽ എത്രാമതാണ്? 22nd പൊസിഷനാണ്. നോക്ക്, അപ്പോൾ ഈ സീറ്റല്ലേ നേരത്തെ, ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടിയതല്ലേ. അപ്പോൾ ഈ സീറ്റല്ലേ നേരത്തെ നമ്മുടെ പ്രിൻസ് ഉണ്ടായിരുന്നത്. ആണോ? അതിനർത്ഥം പ്രിൻസ് താഴെ നിന്ന് എത്രാമത്തെ സീറ്റാണ്? 11th അല്ലേ. ആണോ? പ്രിൻസ് താഴെ നിന്ന് 11th ആണ്. മക്കളെ നോക്കി, ഈ സെയിം സീറ്റ് ടോപ്പിൽ നിന്ന് 22ഉം താഴെ നിന്ന് 11th അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കുക, ഈ സെയിം സീറ്റ് ഞാൻ ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്തപ്പോൾ 22 അല്ലേ, കൗണ്ട് ചെയ്തു. ഇവിടുന്ന് ഞാൻ കൗണ്ട് ചെയ്ത് വരുമ്പോൾ 11th അല്ലേ ആ സീറ്റ്. ആണോ? അപ്പോൾ ഈ സീറ്റ് 11th ആണെങ്കിൽ മക്കളെ ഈ സീറ്റിന് താഴെ എത്ര പേരുണ്ട്? 10 സീറ്റല്ലേ ഉള്ളത്. സോ ടോട്ടൽ എത്ര? 22 + 10 ആണ്. ആണോ? 22 + 10 ആണ്. അത് എത്ര വരും? 32. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നോക്കി, സെയിം സീറ്റ് തന്നെ 22ഉമാണ്, മറ്റേ സൈഡിൽ 11th. സോ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 22 + 11 - 1 സെയിം ആൻസർ അല്ലേ കിട്ടുക? 32 എന്ന് തന്നെ. ആണോ? സോ ആൻസർ എന്താ? 32 ആണ്. സോ 32C ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താണ്? സി ആണ്. ആൻസർ എന്താ? 32. ഓക്കെ, നെക്സ്റ്റ് നോക്കി,
നെക്സ്റ്റ് ഇവിടെ in a class of 42 students, Ritika is 13th from the top while Sheetal is 34th from the bottom. How many students are there between Ritika and Sheetal? നോക്കി ഇവിടെ പറയുന്നത് മൊത്തം 42 കുട്ടികളാണ് അവിടെ ഉള്ളത് ആണല്ലോ. മൊത്തം 42 കുട്ടികളാണ് അവിടെ ഉള്ളത്. സോ അങ്ങനെ നോക്കുമ്പം ഋതികയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് 13ഉം ശീതലിൻ്റെ റാങ്ക് ബോട്ടത്തിൽ നിന്ന് 34ത്തുമാണ്. മക്കളെ നോക്കി, ഈ 34ഉം 13ഉം ആഡ് ചെയ്താൽ 47 അല്ലേ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനേക്കാളും കൂടുതലല്ലേ ആണോ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഓവർലാപ്പിംഗ് നടന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? ഓവർലാപ്പിംഗ് നടന്നു. നോക്ക് അതിൻ്റെ മീനിങ് എന്താ? അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, മൊത്തം എത്ര ഉണ്ട്? 42 ഉണ്ട്. എത്ര ഉണ്ട്? 42 സ്റ്റുഡൻസ് ഉണ്ട്. സോ നമ്മൾ നോക്കുമ്പം ഋതിക എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് 13th ആണ്. അപ്പം നോക്കുക, സപ്പോസ് ഇതാണ് ഋതിക എന്ന് വെച്ചു, ഇതാണ് ഋതിക എന്ന് വെച്ചു. സോ ഋതിക ഇരിക്കുന്ന ഇവിടെയാണ്. സോ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഋതിക എത്രാമതാണ്? 13th ആണ്. ഓക്കെ, ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ശീതൽ 34th ആണ്. മക്കളെ നോക്ക്, ഇവിടെ ഓവർലാപ്പിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പറയാൻ കാരണം, സപ്പോസ് ഇപ്പോൾ താഴെ നിന്ന് എണ്ണുമ്പം ഇത് ശീതലാണെന്ന് വെച്ചു, ശീതൽ 34 ആണ്. സോ ഈ 34ഉം ബാക്കി 13ഉം കൂട്ടുമ്പോൾ 47 ആയില്ലേ? കാരണം നമുക്കിവിടെ ടോട്ടൽ 42 ഉള്ളൂ. അതിനർത്ഥം ശീതലിനെ താഴെ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ശീതൽ എവിടെ? ഋതികയ്ക്കും മുകളിലാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇതാണ് ശീതൽ എന്ന് വെച്ചു, ഇതാണ് ശീതൽ. സോ ശീതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടത്തിൽ നിന്ന് എത്രാമതാണ്? 34 അല്ലേ? ബോട്ടത്തിൽ നിന്ന് എത്രാമതാണ്? 34th ഫ്രം ബോട്ടം ആണോ? സോ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ ശീതലിനും ഋതികയ്ക്കും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ്. മക്കളെ നോക്കി, ടോപ്പിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഋതിക എത്രാമതാ? 13 അല്ലേ ആണോ? ശീതൽ ബോട്ടത്തിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 34 ആണ്. അങ്ങനെയാണെങ്കിൽ ശീതൽ ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്താൽ എത്രയായിരിക്കും? ശീതലിനെ ഞാനിപ്പോൾ ഇവിടെ ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്യുമെന്ന് വെച്ചു. സോ ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്ത് വന്നാൽ ശീതൽ എത്രാമതായിരിക്കും? ഓക്കെ, ഇവിടെ വരെ 34 സീറ്റ് ഉണ്ട്. അപ്പം മൊത്തം 42 ആണെങ്കിൽ നോക്കി, ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്തായിരിക്കും? അതായത് ശീതലിന് തൊട്ട് മുന്നേ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്തായിരിക്കും? 42 - 34 അല്ലേ? അതെന്താ? 8 അല്ലേ ആണോ? അതായത് ശീതലിന് മുന്നേ 8 സീറ്റ് ഉണ്ട്. സോ നമ്മൾ ടോപ്പിൽ നിന്ന് എണ്ണി വരുമ്പോൾ ആ 8 സീറ്റ് കഴിഞ്ഞ് ശീതൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സീറ്റ് ആയിരിക്കും? 8+1 അല്ലേ? എന്നാൽ 9th പൊസിഷനിലായിരിക്കും ആണോ? അപ്പം ടോപ്പിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ശീതൽ 9th സീറ്റിലും ഋതിക 13th സീറ്റിലുമാണ്. നോക്ക്, 9ഉം 13ഉം ഇടയിൽ എത്ര പേര് കാണും? 9th സീറ്റ് കഴിഞ്ഞു, 10th സീറ്റ്, 11th സീറ്റ്, 12th സീറ്റ്, 3 പേരല്ലേ ഉള്ളൂ ആണോ? അല്ലാതെ 13 - 9 ചെയ്ത് വെക്കരുത്. 9th സീറ്റിനും 13th സീറ്റിനും ഇടയിൽ എത്ര പേരുള്ളത്? 10th സീറ്റ്, 11th സീറ്റ്, 12th സീറ്റ്, 3 സീറ്റാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ മോനെ? 3. ഇവിടുത്തെ ആൻസർ എന്താ? 3 ആണ്. 3 പേരാണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കി, മോനെ ഇവിടെ 9th ക്വസ്റ്റ്യൻ ഇത് ചോദിക്കുന്നത് പറയുന്നത്, ഇൻ എ റോ ഓഫ് ബോയ്സ് Kairun is 5th from the left and Prashant is 6th from the right. If they interchange their position, Kairun is 13th from the left. മക്കളെ നോക്കി, ഇവിടെ ഫസ്റ്റിൽ നിങ്ങൾ ചിന്തിക്കുമ്പം ലെഫ്റ്റിൽ നിന്ന് കരുൺ എന്ന് പറയുന്ന ആൾ 5th ആണ് ആണല്ലോ, റൈറ്റിൽ നിന്ന് പ്രശാന്ത് 6th ആണ്. ഓക്കെ, ഇനി ഫ്രം ദി റൈറ്റ് ഇഫ് ദ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കരുൺ പോയിട്ട് എവിടെ ഇരിക്കുന്നു? പ്രശാന്തിൻ്റെ ഇരുന്ന സീറ്റിലിരിക്കുന്നു. പ്രശാന്ത് വന്നിട്ട് എവിടെ ഇരിക്കുന്നു? കരുൺ ഇരുന്ന സീറ്റിലിരിക്കുന്നു. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ കരുൺ ഈസ് 13th ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് ആയി. ഓക്കെ, അതായത് കരുൺ ഇവിടുന്ന് എവിടെ പോയി? പ്രശാന്തിൻ്റെ സീറ്റിൽ പോയി. അപ്പോൾ പ്രശാന്ത് ഇരിക്കുന്ന സീറ്റ് നിങ്ങളൊന്ന് നോക്കിയേ, പ്രശാന്ത് ഈ സീറ്റിലാണ് ഇരിക്കുന്നത് വെച്ചു. ഈ സീറ്റ് എന്ന് പറയുന്നത് നോക്ക് 6th ഫ്രം ദി റൈറ്റ് ഹാൻഡ് ആണ്. ഇതെന്താണ്? 6th ഫ്രം റൈറ്റ് ഹാൻഡ് ആണോ? ഇനി നമ്മുടെ കരുൺ പോയിട്ട് പ്രശാന്തിൻ്റെ സീറ്റിൽ ഇരുന്നപ്പോൾ കരുൺ എന്ന് പറയുന്ന ആൾ 13th ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് ആയി. അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യും, കരുൺ ഇവിടെ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ കരുണിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 13th ആണ് ആണോ? അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ ചോദ്യം എന്താ? വാട്ട് വിൽ ബി ദി ന്യൂ പൊസിഷൻ ഓഫ്
പ്രശാന്ത്. ഓക്കെ, വാട്ട് വിൽ ബി ദി ന്യൂ പൊസിഷൻ ഓഫ് പ്രശാന്ത് ഫ്രം ദി റൈറ്റ് എൻഡ്? റൈറ്റ് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ പ്രശാന്തിൻ്റെ ന്യൂ പൊസിഷൻ എന്താണെന്നാണ് ചോദ്യം. മക്കളെ നോക്കിയും, അതായത് പ്രശാന്ത് ഇവിടെയാണ്, കരുൺ ഇവിടെ വന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കരുൺ എന്ന് പറയുന്ന ആൾ വേണ്ടി ഈ പൊസിഷനിൽ ഇതിപ്പോൾ ഉണ്ടല്ലോ. സോ ഇവിടെ ആദ്യം കരുണിൻ്റെ പൊസിഷൻ എന്താ? 5th ഫ്രം ദി ലെഫ്റ്റ് എൻഡ് ആണ്, ആണോ? അപ്പോൾ പ്രശാന്ത് വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് എൻഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ പ്രശാന്ത് എത്രാമതാണെന്നാണ് ചോദ്യം. മക്കളെ നോക്കി, ഈ സെയിം പൊസിഷൻ 6ഉം 13ഉം ആണെങ്കിൽ ടോട്ടൽ എത്ര പേര് കാണും ഇവിടെ? 6 + 13 - 1 അല്ലേ? 18 മെമ്പേഴ്സ് ഉണ്ട്. എത്രയുണ്ട്? 18 മെമ്പേഴ്സ് ഉണ്ട്, ആണോ? അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 5th ആണ്. ഞാൻ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇത് എത്രാമതാണെന്നല്ലേ ചോദ്യം, ആണോ? ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പൊസിഷൻ കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ നോക്കിയാൽ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ വരുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ഈ നമ്പറും ഇവിടുത്തെ നമ്പറും ആഡ് ചെയ്തിട്ട് 1 കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 18 എന്ന് കിട്ടണം. കാരണം എന്താ? ടോട്ടൽ നമ്പർ 18 അല്ലേ? ടോട്ടൽ നമ്പർ എന്താ? 18 അല്ലേ, ആണോ? ഒന്നുകിൽ അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ കരുൺ എന്ന് പറയാൻ 5th ആണ് ലെഫ്റ്റിൽ നിന്ന്, ഇവിടെ പോയപ്പോൾ 13 ആയി. അപ്പോൾ 8th പൊസിഷൻ അല്ലേ അങ്ങോട്ട് ജമ്പ് ആയത്, ആണോ? അപ്പം നമ്മുടെ പ്രശാന്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 8th പൊസിഷൻ ഇങ്ങോട്ട് ജമ്പ് ആവണം. അപ്പം നേരത്തെ 6th പൊസിഷനിലാണെങ്കിൽ ഇപ്പോൾ എത്രാമത്തെ പൊസിഷനായിരിക്കും? 6 + 8 അല്ലേ? അപ്പോൾ 14th പൊസിഷൻ അല്ലേ, ആണോ? നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് നോക്കിയോ, 14ഉം 5ഉം ആഡ് ചെയ്യാൻ 19 ആണ്. അത് 1 കുറച്ചാൽ ടോട്ടൽ 18 അല്ലേ കിട്ടുക, ആണോ? സോ ആൻസർ എന്താ? 14. സോ ഓപ്ഷൻ ഏതാ? ഡി. ഓക്കെ, കാരണം കരുൺ അങ്ങോട്ട് പോയപ്പോൾ 5th ആയിരുന്നു. സോ അവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്ത് എത്ര? 8th പൊസിഷൻ ജമ്പ് ചെയ്താണ് 13 ആയത്. അപ്പോൾ റിട്ടേൺ പന്ത് ഇങ്ങോട്ട് വരുമ്പോഴോ, പ്രശാന്ത് ഇങ്ങോട്ട് വരുമ്പോഴോ 8th പൊസിഷനല്ലേ ജമ്പ് ചെയ്യുന്നത്. സോ നേരത്തെ 6th പൊസിഷനാണെങ്കിൽ പിന്നെ 8th പൊസിഷനോട് ജമ്പ് ചെയ്യുമ്പോൾ 14th ആയി. ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ എന്താണ്? പന്ത് റൈറ്റിൽ നിന്ന് 14th പൊസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കി. In a row of children, A is 9th from the left hand and B is 5th from the right hand. If A and B interchange their places, then A will be 18th from the left hand. മക്കളെ നോക്കി, എ എന്ന് പറയുന്ന ആൾ ആദ്യം പറയുന്നു, എ എന്ന് പറയുന്ന ആൾ ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് എൻഡിലാണെന്ന് പറയുന്നു, 9th അല്ലേ? ബി എന്ന് പറയുന്ന ആൾ റൈറ്റിൽ നിന്ന് 5th ആണെന്നും പറയുന്നു. ഇവർ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇതാണ് എയുടെ പൊസിഷൻ, ഇതാണ് ബിയുടെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ആദ്യം പറഞ്ഞു 9th ഫ്രം ദി ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ എ പോയിട്ട് ബിയുടെ പ്ലേസിലിരിക്കുന്നു, ബി പോയിട്ട് എയുടെ പ്ലേസിലിരിക്കുന്നു. സോ അങ്ങനെ ഇരുന്നപ്പോൾ എയിനെ പിന്നെ കൗണ്ട് ചെയ്തപ്പോൾ എ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനാണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18th ഫ്രം ദി ലെഫ്റ്റ് ആണ്. എ എന്താണ്? 18th ഫ്രം ദി ലെഫ്റ്റ് ആണ്. ഓക്കെ, അക്കോർഡിംഗ്ലി അറ്റ് വിച്ച് പൊസിഷൻ വിൽ ബി ഫ്രം ദി റൈറ്റ് എൻഡ്? സോ ബി എന്ന് പറയുന്ന ആൾ നോക്കി ഇവിടുന്ന് എവിടെ വന്നു? ബി നമുക്ക് ആക്ച്വലി 5th പൊസിഷനാണ് റൈറ്റ് എൻഡിൽ നിന്ന്. സോ ബി എന്ന് പറയുന്ന ആൾ നോക്കി ഇവിടുന്ന് എവിടെ വന്നു? ദേണ്ട് ഇവിടെ വന്നു, ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, എ എന്ന് പറയുന്ന ലെഫ്റ്റ് പൊസിഷൻ 9th ആയിരുന്നു, അവിടുന്ന് 9 പ്ലേസസ് ജമ്പ് ചെയ്ത് 18ലെത്തി, ആണോ? അപ്പോൾ എ എന്ന് പറയുന്ന 5th പൊസിഷനാണ് റൈറ്റ്. സോ അവിടുന്ന് ഇങ്ങോട്ട് എത്ര ജമ്പ് ചെയ്യണം? 9 പൊസിഷൻ ജമ്പ് ചെയ്യണം. സോ 9 + 5 അല്ലേ? ബി എന്ന് പറഞ്ഞാൽ 9 + 5 = 14th ഫ്രം ദി റൈറ്റ്. ഇതെല്ലാം ലോജിക്ക്. കാരണം എന്താ? നോക്ക്, എ എന്ന് പറഞ്ഞാൽ 9th ആയിരുന്നു, ഫ്രം ദി ലെഫ്റ്റ് 9th ആയിരുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ബിയുടെ പൊസിഷനിൽ പോയപ്പോൾ ബി എന്ന് പറയുന്നത് 18th ഫ്രം ദി ലെഫ്റ്റ് ആയി അല്ലേ? എ എന്ന് പറഞ്ഞാൽ ബിയുടെ പൊസിഷനിൽ പോയപ്പോൾ എ 18th ഫ്രം ദി ലെഫ്റ്റ് ആയി. അതായത് എത്ര പൊസിഷൻ ജമ്പ് ചെയ്തു? 9 പൊസിഷൻ ജമ്പ് ചെയ്തു. സോ ബി എന്ന് പറയുന്ന ആൾ 5ാമത്തെ പൊസിഷനിലാണ് റൈറ്റ് സൈഡിൽ നിന്ന്. സോ അവിടുന്ന് എയുടെ പൊസിഷനിലേക്ക് വരുമ്പോൾ എത്ര പൊസിഷൻ ജമ്പ് ചെയ്യണം? 9 പൊസിഷൻ. അപ്പോൾ എത്രയായി? 5. 9 + 5. സോ ആൻസർ എന്താ? 14. 9 + 5 14th ഫ്രം ദി റൈറ്റ് എൻഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു.